ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അൺബോക്സ് വീഡിയോ ആണ്. നമുക്കിന്ന് എന്താണ് ആ അൺബോക്സ് വീഡിയോ എന്ന് നോക്കാം. അപ്പോഴെല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അൺബോക്സ് വീഡിയോ എന്താണെന്ന്. ഇതാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബെഡ്ഷീറ്റാണ്. ബെഡ്ഷീറ്റ് ഒരെണ്ണം മാത്രമല്ല, അതുപോലെ രണ്ടെണ്ണമാണ് മേടിച്ചേക്കുന്നത്. ഇത് ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയില്ല. ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് വീഡിയോ കണ്ടാലോ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കട്ടെ. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ കേട്ടോ. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ എടുക്കാമെന്ന്. ഇത് പൊട്ടിക്കാൻ പാടും. ഞാൻ ഇതാ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം കൊള്ളാവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഇത് മീഷോയിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. ഇതാണ് മീഷോയിൽ നിന്ന് മേടിച്ച ബെഡ്ഷീറ്റ് കേട്ടോ. പക്ഷെ 300 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഇത് തുണി നല്ലതായിരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ രണ്ടും കൂടെ എടുത്തത് കൊണ്ട് ഇതിന് 880 രൂപയായിരുന്നു കേട്ടോ. ഇതുകൂടെ നോക്കാം. ഇതുകൂടെ നോക്കാം നമുക്ക്. മറ്റേത് നമുക്കിനി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് വിരിച്ച് നോക്കിയെങ്കിലേ അറിയാൻ പറ്റും കേട്ടോ. അല്ലാതെ ഇത് അറിയാൻ പറ്റില്ല. ഇത് നമുക്ക് ബെഡിലൊന്ന് വിരിച്ച് നോക്കണം. വിരിച്ച് നോക്കിയെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ. പക്ഷെ മറ്റേതിന് എനിക്ക് അത്ര തുണി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഇനി ഇതെന്താണെന്ന് നോക്കാം. ഇത് 400 സംതിങ് ആയതാണ്. പക്ഷേ കേട്ടോ, നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്രയും ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. തുണിയായാലും എടുത്തത് മോശമായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ തുണിക്കൊന്നും. പിന്നെ ഇത് മെത്തക്കവറിൻ്റെ കണക്ക് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇതുണ്ട്. നമുക്ക് മെത്തക്കകത്ത് പിടിച്ചിടാൻ പറ്റും. അങ്ങനൊരു ഗുണമേ ഇതിനുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ ഒരു ഗുണം തോന്നുന്നില്ല. തുണിയുണ്ടോ, എത്രത്തോളം കാണാൻ പറ്റുമെന്നറിയത്തില്ല. ഇത് ഞാൻ മീഷോയിൽ നോക്കുമ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് അവർ കുറേ ഓഫറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 3D എഫക്റ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ 3D എഫക്റ്റ് ഒന്നും ഇതിനില്ല കേട്ടോ. നോക്കിക്കേ, നമ്മളത് കാണുന്ന കണക്കേ അല്ല കേട്ടോ. ചിലത് നമുക്ക് ശരി കറക്റ്റായിട്ട് കിട്ടുമായിരിക്കാം, ചിലത് നമുക്ക് ഫ്ലോപ്പാണ്. എന്തോ എനിക്കിഷ്ടപ്പെട്ടില്ല. എങ്കിലും നമ്മൾ മേടിച്ചല്ലേ, ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് തൽക്കാലം ഇത് കട്ടിലിൽ വിരിച്ചിട്ടിട്ട് കാണാം കേട്ടോ. പിന്നെ ഇതിന് 2 പില്ലോ കവർ വരുന്നുണ്ട് കേട്ടോ. പില്ലോ കവറൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. തീരെ ചെറുതല്ല പില്ലോ കവറൊക്കെ. വേണ്ടേ, മറ്റതിനും അതുപോലെ തന്നെ 2 പില്ലോ കവറുണ്ട് കേട്ടോ.
ഇത് പക്ഷേ ഇച്ചിരി കൂടെ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ടോ, നമ്മൾ രണ്ടും സെയിം പൈസ കൊടുത്ത് മേടിച്ചാണെങ്കിലും പില്ലോ കവറിൻ്റെ വ്യത്യാസവും ഉണ്ട് കേട്ടോ. ഇത് നോക്കിക്കേ, ഇത് ഇച്ചിരി ചെറുതാണ് കേട്ടോ. അതാണ് എന്തായാലും മേടിച്ചല്ലേ, ഇനി നമ്മൾ ഉപയോഗിക്കാം, അത്രേ പറ്റുള്ളൂ. നോക്കാം. എന്തായാലും നമ്മൾ പേടിച്ചല്ലോ, നമുക്കിനിയിപ്പം ഉപയോഗിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഈ കട്ടിലിലാണ് ഈ ബെഡ്ഷീറ്റ് വിരിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. വിരിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, കണ്ടോ. പക്ഷേ ഞാനിത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ നോക്കിയപ്പോൾ ഇത് നല്ല ഡിസൈനായിരുന്നു. ഈ പൂക്കൾക്കൊക്കെ നല്ലൊരു കളറായിരുന്നു. പക്ഷേ ഇത് ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പം ആ കളറില്ല. നമ്മൾ ചിലത് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും, ചിലത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ബാക്കി നല്ല പോലെ ഉണ്ടോ, വീതി നീളം അതൊക്കെ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആകെപ്പാടുള്ള ഗുണമെന്ന് വെച്ചാൽ ഏതാണ്ടുണ്ടോ, ഇത് കണക്ക് ഇതിനെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. സൈഡ് മൊത്തം ചെറിയൊരു എലാസ്റ്റിക്കിൻ്റെ ഇതുള്ളത് കൊണ്ട് ഇതാണ് ഈ ലുക്ക്, കണ്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവർക്കും എന്നറിയില്ല. അങ്ങനെ ഞാൻ ഈ കട്ടിലിലും ആ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന്. നമ്മൾ വിചാരിച്ചതിൻ്റെ അത്രയും അങ്ങോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. നോക്കിക്കേ, ഇതാണ്ട് ഞാൻ ഈ കട്ടിലിൽ ഈ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെ അത്രയും എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ, കണ്ടോ. ഇതാണ് ബെഡ്ഷീറ്റ്. പക്ഷെ 400 രൂപയായ സാധനമാണ് ഇത്. മറ്റേത് ഞാൻ നേരത്തെ കാണിച്ച ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, അത് പക്ഷേ 400 രൂപയായിരുന്നു. ഇത് പക്ഷേ 350 രൂപ. പിന്നെ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തോന്നും ലാഭമായിട്ടൊക്കെ. ഇതൊക്കെ ഇപ്പം മീഷോയിലുണ്ട്, ആവശ്യമുള്ളവർ മേടിച്ച്. പക്ഷേ തുണിക്ക് കുറച്ച് ക്വാളിറ്റി കുറവുണ്ട് കേട്ടോ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മേടിക്കുന്നവരൊക്കെ ആർക്കെങ്കിലുമൊക്കെ, പിന്നെ നമ്മൾ 350 രൂപയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ എല്ലാവരും. അപ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇത് 350 രൂപയുടെ ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ പോയി എടുക്കുമ്പം ചിലപ്പോൾ അതിനൊക്കെ കാട്ടിലുമൊക്കെ വില കൂടുതലല്ലേ. ഇത് പിന്നെ സൈഡിൽ എലാസ്റ്റിക് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഈ പില്ലോ കവർ തീരെ ചെറുതായിരിക്കുമെന്ന്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് ഇടുന്നുണ്ട്. തലങ്ങണിയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ചിലത് ഭയങ്കര ഇറുക്കായിട്ടല്ലേ ഇരിക്കും, അങ്ങനൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും മീഷോയിലെ പ്രോഡക്റ്റാണ് ഇതൊക്കെ. ചിലതൊക്കെ നമുക്ക് നല്ലതായിരിക്കും. ഞാൻ ആദ്യം മേടിച്ച ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല തുണിയായിരുന്നു. പക്ഷേ ഇത് തുണിയുടെ കാര്യം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. എങ്കിലും 350 രൂപയല്ലേ ഉള്ളൂ, അതനുസരിച്ച് മേടിച്ചതാണ് കേട്ടോ. ഇത് കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. 400 രൂപയുടെ സാധനമാണ് ഈ സാധനം. പക്ഷേ ഈ ബെഡ്ഷീറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. 400 രൂപയ്ക്ക് ഇത് വലിയ കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം നല്ല പോലെ കവർ ചെയ്ത്, അതിന് സൈഡിലൊക്കെ ഇലാസ്റ്റിക്കൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് നല്ല കവർ ചെയ്താണ് കിടക്കുന്നത്. നമ്മൾ കിടന്നാലും ബെഡ്ഷീറ്റാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചുരുണ്ടൊക്കെ വരും. ഇത് പക്ഷേ അങ്ങനെയില്ല കേട്ടോ. നേരത്തെ ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നല്ല ബെഡ്ഷീറ്റായിരുന്നു, നല്ല തുണിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിന് ഉപയോഗിക്കുമ്പോഴല്ലേ അറിയാൻ പറ്റും നമുക്ക്.